നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിന്റെ ടോപ്പിക് എന്താണെന്നോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓസ്കാർ അവാർഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 2026 നടന്ന 98ാമത് ഓസ്കാർ അക്കാഡമി അവാർഡ്സ് ആണ് നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2026 നടന്ന 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത്. ചോദ്യം എന്താണ്? 2026 നടന്ന 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ സിനിമ? ഓപ്ഷൻ ബി ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 നടന്ന 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത്. സിനിമയുടെ പേരെന്താണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. രണ്ടാമത്തെ ചോദ്യം: 98ാമത് ഓസ്കാർ വേദിയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 98ാമത് ഓസ്കാർ വേദിയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി ആണ് പോൾ തോമസ് ആൻഡേഴ്സൺ. പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകൻ. ഇനി അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണെന്നറിയോ? വൺ ബാറ്റിൽ ആഫ്റ്റർ ദി അനദർ. മികച്ച ചിത്രമായ വൺ ബാറ്റിൽ ആഫ്റ്റർ ദി അനദർ ആണ് പോൾ തോമസ് ആൻഡേഴ്സന് മികച്ച സംവിധായക പുരസ്കാരം നേടിക്കൊടുത്തത്. മൂന്നാമത്തെ ചോദ്യം: വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് 2026 ഓസ്കാറിൽ ആകെ എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു? അപ്പോൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ നമ്മൾ ഇതുവരെ പഠിച്ചൊരു സിനിമ അതാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് 2026 ഓസ്കാറിൽ ആകെ എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2026 ആ സിനിമയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. 2026 ആയതുകൊണ്ട് തന്നെ 6 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. 2026 വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയ്ക്ക് 6 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് മൈക്കിൾ ബി ജോർദാൻ. ആരാണ്? മൈക്കിൾ ബി ജോർദാൻ ആണ് മികച്ച നടൻ. അല്ലെ, മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദാൻ. അഞ്ചാമത്തെ ചോദ്യം: മൈക്കിൾ ബി ജോർദാൻ ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്? മൈക്കിൾ ബി ജോർദാൻ ആണ് മികച്ച നടൻ. അദ്ദേഹത്തിന് ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ സി ആണ് സിന്നേഴ്സ്. സിന്നേഴ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മൈക്കിൾ ബി ജോർദാന് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം ലഭിച്ചത്. ആറാമത്തെ ചോദ്യം: മികച്ച നടിക്കുള്ള ഓസ്കാർ നേടുന്ന ആദ്യ ഐറിഷ് വനിത ഏതാണ്? മികച്ച നടിക്കുള്ള ഓസ്കാർ നേടുന്ന ആദ്യ ഐറിഷ് വനിത ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഓപ്ഷൻ ഡി ആണ് ജെസ്സി ബക്ലി. ആരാണ്? ജെസ്സി ബക്ലി ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്നത്. ആ നടിയുടെ വേറൊരു പ്രത്യേകത എന്താണ്? അവര് ആദ്യത്തെ ഐറിഷ് വനിതയാണ്. അപ്പോൾ അതും ക്ലിയർ ആയില്ലേ? അപ്പോൾ മികച്ച നടൻ, സംവിധായകൻ, നടി, മികച്ച ചിത്രം, 4 കാര്യങ്ങൾ പഠിച്ചു. അടുത്ത ചോദ്യം: ജെസ്സി ബക്ലിക്ക് മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിക്കൊടുത്ത സിനിമ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജെസ്സി ബക്ലിക്ക് മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഹാംനെറ്റ്. ഹാംനെറ്റിലെ അഭിനയ മികവിനാണ് ജെസ്സി ബക്ലിക്ക് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. എട്ടാമത്തെ ചോദ്യം: 98ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സഹനടൻ. അടുത്ത കാറ്റഗറി വന്നു മികച്ച സഹനടൻ. 98ാമത് ഓസ്കാറിൽ മികച്ച സഹനടനായത് ആരാണ്? ഓപ്ഷൻ എ ആണ് സീൻ പെൻ. ആരാണ്? സീൻ പെൻ എന്ന ആക്ടറിനാണ് മികച്ച സഹനടൻ പുരസ്കാരം ലഭിച്ചത്. 98ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സഹനടൻ ആരാണ്? ഓപ്ഷൻ എ ആണ് സീൻ പെൻ. ഒമ്പതാമത്തെ ചോദ്യം: സീൻ പെൻ അഭിനയിച്ച ഏത് ചിത്രത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്? സഹനടൻ ആരാണെന്ന് നമ്മൾ പഠിച്ചു, സീൻ പെൻ ആണോ. അപ്പോൾ അദ്ദേഹത്തിന് സഹനടൻ പുരസ്കാരം ലഭിക്കാൻ കാരണം ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സീൻ പെന്നിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. പത്താമത്തെ ചോദ്യം: എമി മാഡിഗന് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ചിത്രം. അപ്പോൾ എമി മാഡിഗൻ ആണ് മികച്ച സഹനടി.
മികച്ച സഹനടി ആരാണ്? എമി മാഡിഗൻ. എമി മാഡിഗന് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ചിത്രം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെപ്പൺസ് ആണ്. എന്താണ് സിനിമയുടെ പേര്? വെപ്പൺസിലെ അഭിനയ മികവിനാണ് എമി മാഡിഗന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 11ാമത്തെ ചോദ്യം, 98ാമത് അക്കാദമി അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച ചിത്രം ഏതാണ്? 98ാമത് അക്കാദമി അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച ചിത്രം ഏതാണ്? 16 നോമിനേഷനാണ് ലഭിച്ചത്. ഏതാണ് ചിത്രം? ഓപ്ഷൻ ബി ആണ്, സിന്നേഴ്സ് ആണ്. സിന്നേഴ്സിനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച ചിത്രം. ഇനി 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒഫീഷ്യലി നോമിനേറ്റ് ചെയ്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, ഹോം ബൗണ്ട്. എന്താണ്? ഹോം ബൗണ്ട് ആണ് ഇന്ത്യയിൽ നിന്നും ഒഫീഷ്യലി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോളുക. ഇനി 13ാമത്തെ ചോദ്യം, മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നോർവീജിയൻ ചിത്രം ഏതാണ്? മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നോർവീജിയൻ ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സെന്റിമെന്റൽ വാല്യൂ. സെന്റിമെന്റൽ വാല്യൂവിനാണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, സിനിമയുടെ പേര് കെ പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ്. കെ പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന ചിത്രം ഏത് വിഭാഗത്തിലാണ് പുരസ്കാരം നേടിയത്? സിനിമയുടെ പേരെന്താണ്? കെ പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ്. ഈ ഒരു ചിത്രം ഏത് വിഭാഗത്തിലാണ് പുരസ്കാരം നേടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വിഭാഗം? ഓപ്ഷൻ സി ആണ്, ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ആണ് കെ പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ്. അവ ആനിമേറ്റഡ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. കെ പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് ആയിരുന്നു. 15ാമത്തെ ചോദ്യമാണ്, മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുട്ടിൻ. അതാണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായിട്ടുള്ളത്. ഇനി 98ാമത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച ആനിമേഷൻ ഷോർട്ട് ഫിലിം. നേരത്തെ ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ആയിരുന്നു. ഇനി ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഗേൾ ഹൂ ക്രൈഡ് പേൾസ്. അതാണ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഗേൾ ഹൂ ക്രൈഡ് പേൾസ് ആണ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഓൾ ദി എംപ്റ്റി റൂംസ് എന്നത് ഏത് വിഭാഗത്തിലാണ് ഓസ്കാർ പുരസ്കാരം നേടിയത്? ഓൾ ദി എംപ്റ്റി റൂംസ് എന്ന ചിത്രം ഏത് വിഭാഗത്തിലാണ് ഓസ്കാർ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ എ ആണ്, മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആണ് ഓൾ ദി എംപ്റ്റി റൂംസ് എന്നാണ് പറഞ്ഞത്. ഇനി 98ാമത് അക്കാദമി അവാർഡ്സിൽ ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടിയത്. 98ാമത് അക്കാദമി അവാർഡ്സിൽ സിനിമാറ്റോഗ്രാഫി ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഓട്ടോമൻ ഡ്യൂറാൾഡ് അർക്കാപ്പോ. എന്താണ്? ഓട്ടോമൻ ഡ്യൂറാൾഡ് അർക്കാപ്പോയാണ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം നേടിയത്. ഇത്രയുമാണ് നമ്മുടെ ഓസ്കാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. വളരെ വാരി വലിച്ച് കുറേ ചോദ്യങ്ങളൊന്നും എടുത്തിട്ടുള്ള 1 മാർക്കിനൊക്കെയാണ് നമുക്ക് ചോദ്യം വരുന്നത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.